ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് Q&A. കുറേ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. അതായത് Q&A ചെയ്യോ എന്ന്. അപ്പോൾ കുറേ പേരുടെ ഒരു റിക്വസ്റ്റ് മാനിച്ച് ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാനായിട്ടുള്ളൊരു കോൺടെസ്റ്റ് പോലെ പോളിംഗ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് യൂട്യൂബിൽ മാത്രമായിട്ടല്ല ഞാൻ ഇട്ടത്, ഇൻസ്റ്റയിലും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻസ്റ്റയിലാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതായത് എൻ്റെ ഇൻസ്റ്റയിൽ കുറേ പേര് എൻ്റെ യൂട്യൂബും കാണുന്നവരുണ്ട്, യൂട്യൂബ് ചാനൽ കാണുന്നവരുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 13 ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 13 ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് വന്നത്. പിന്നെ കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 13 ക്വസ്റ്റ്യൻസും ഞാൻ ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാൽ ഫസ്റ്റ് ഷഹനിയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എന്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കാരണം എന്നൊന്നും പറയാനില്ല, ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസ് എടുക്കാനും അതേപോലെ തന്നെ അതൊക്കെ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഒരു 1 ഇയർ ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്നു. എന്നാലും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇഷ്ടമാണ്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനും ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രം തുടങ്ങിയതാണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതാരായിരുന്നു ചോദിച്ചത്? അയ്യോ, ഷാങ്ക് എന്തോ ആണ് കേട്ടോ പേര്, ഷാങ്ക്. എന്താണ് ലക്ഷ്യം എന്താണെന്ന്. അതായത് ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അംബീഷൻ ആണോ എന്ന് എനിക്കറിയില്ല. അംബീഷൻ ആണെങ്കിൽ ഒരു ടീച്ചറാവുക എന്നുള്ളതായിരുന്നു എൻ്റെ ചെറുപ്പകാലം തൊട്ടേ ഉള്ളൊരു ലക്ഷ്യം, അല്ലെങ്കിൽ ആഗ്രഹം, അംബീഷൻ എന്നൊക്കെ പറയാം. അതായി ഒരു 2 ഇയേഴ്സോളം ഞാൻ ലെക്ചറായിട്ട് മാത്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ വർക്ക് ചെയ്തു. അത് എൻ്റെ ഒരു വൺ കൈൻഡ് ഓഫ് അച്ചീവിങ് മൈ അംബീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ ഒരു ലക്ഷ്യത്തിലോട്ട് ഞാൻ എങ്ങനെയൊക്കെയോ എത്തിച്ചേർന്നു. ആ ഒരു സന്തോഷമുണ്ട്, അതുള്ളൂ. ഇനി എന്താണ് ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിച്ചു പോവുക, അത്രയൊക്കെ തന്നെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അഞ്ജന. ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഞ്ജന, ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ എപ്പോഴും കരുതുന്നത് എൻ്റെ ഒരു മാരീഡ് ലൈഫാണ്. അതായത് എൻ്റെ ഒരു മൈൻഡിനനുസരിച്ചുള്ളൊരു ലൈഫ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പൊക്കിപ്പറയല്ല കേട്ടോ, സത്യമാണ്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. പിന്നെ എന്ന് പറയുന്നത്, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, അമ്മു, എന്താണ് സന്തോഷം? അതായത് സന്തോഷം തരുന്ന കാര്യം എന്തായിരിക്കും ചോദിച്ചിട്ടുള്ളത്. സന്തോഷം ഒരു കാര്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. പല കാര്യങ്ങളിൽ നിന്ന് സന്തോഷം ഉണ്ടാവുമല്ലോ നമുക്ക്. എന്നാലും ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഫാമിലിയായിട്ട് പുറത്തു പോവുക, എൻജോയ് ചെയ്യുക, ചില്ല് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് എൻ്റെ സന്തോഷം. പിന്നെ അടുത്തത് ഷഫീസ് ചോദിച്ചിരിക്കുന്നത്, എവിടെയാണ് സ്ഥലം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ഇരിഞ്ഞാലക്കുടയാണ് സ്ഥലം വരുന്നത് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ജാസ്മിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ജാസ്മിൻ ചോദിച്ചിരിക്കുന്നത്, കണ്ടന്റ് ആരാ പറഞ്ഞു തരുന്നത്? കണ്ടന്റ് ആരും പറഞ്ഞു തരാറില്ല, ഞാൻ തന്നെയാണ് കണ്ടന്റ് കണ്ടുപിടിക്കുന്നത്. ഞാൻ തന്നെയാണ് വീഡിയോസ് എടുക്കാറ്. പിന്നെ ചില വീഡിയോസൊക്കെ ഹസ്ബൻഡും അനിയന്മാരൊക്കെ എടുത്തു തരും. അല്ലാത്ത മിക്ക വീഡിയോസും, ഇങ്ങനത്തെ കണ്ടന്റ് വീഡിയോസൊക്കെ ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യാറുള്ളത്. ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും, ഞാൻ തന്നെ പോസ്റ്റ് ചെയ്യും. പിന്നെ അതിൽ തെറ്റുകളോ കുറ്റങ്ങളോ മാറ്റേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അനിയന്മാരും 2 അനിയന്മാരാണ് എനിക്കുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു തരും. ഹസ്ബൻഡ് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ആളും പറഞ്ഞു തരും. അങ്ങനത്തെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർ തരും. ബാക്കി ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട്, ഒറ്റയ്ക്ക് പറ്റാത്തതാണെങ്കിൽ ഞാൻ അനിയന്മാരെ കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ.
ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യേണ്ടതൊക്കെ അനിയന്മാരെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. അല്ലാത്തതൊക്കെ ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യാറ് കേട്ടോ. അതേപോലെ തന്നെ കണ്ടൻറ്റും ഞാൻ തന്നെയാണ് എടുക്കാറുള്ളത്. പിന്നെ ധന ആണ് ചോദിച്ചിരിക്കുന്നത്, ലവ് സ്റ്റോറി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ധന. ലവ് സ്റ്റോറി വേറൊരു വീഡിയോ ആയിട്ട് പറയാം എന്ന് വിചാരിക്കുന്നു, നോക്കട്ടെ. അടുത്തത് കപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നിന്നാണ് ബെസ്റ്റ് കമൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ബെസ്റ്റ് കമൻറ്റ് എന്ന് പറയുമ്പോൾ യൂട്യൂബിലാണെങ്കിൽ, യൂട്യൂബ് ചാനലിലാണെങ്കിൽ അർഷിത ഷാജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിൽ നിന്ന് എനിക്ക് നല്ല നല്ല കമൻറ്റ്സ് വരാറുണ്ട്. അതായത് ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിട്ട് അതേപോലെ തന്നെ എൻകറേജിങ് ആയിട്ടുള്ള കമൻറ്റ്സ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ആളുടെയാണ് ഒരു ബെസ്റ്റ് കമൻറ്റ് എന്ന് പറയാനായിട്ട് എനിക്ക് പറ്റാം. അടുത്തത് പ്രിയാണ് ചോദിച്ചിരിക്കുന്നത്, നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ടോ? യൂട്യൂബ് ചാനലിൽ ഇതുവരെ നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല കാര്യമായിട്ട് കേട്ടോ, ഒന്നും വന്നിട്ടില്ല ഇതുവരെ. എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ചിലപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് റീച്ച് ആകുമ്പോൾ വരായിരിക്കും കേട്ടോ. റീച്ച് ആവുമെന്ന് വിചാരിക്കണം അല്ലേ. മാരേജ് എന്നായിരുന്നു? മാരേജ് 2019 ഫെബ്രുവരി 3 ആയിരുന്നു മാരേജ്. 10ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യനായി കിച്ചു ആണ് ചോദിച്ചിരിക്കുന്നത്, എന്താണ് പഠിച്ചത്? ഞാൻ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത് കേട്ടോ. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്. പിന്നെ 11ാമത്തെ ക്വസ്റ്റ്യൻ ട്രാവൽ ലവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്, എന്താണ് ജോബ്? ഞാൻ ഇപ്പോൾ ജോബൊന്നും ചെയ്യുന്നില്ല. എനിക്ക് 2ാമത്തെ പ്രഗ്നൻസിക്ക് ശേഷം ജോബിന് പോകാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ ലെക്ചറായിരുന്നു മാത്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ, പോളിടെക്നിക്കിൽ ഞാൻ ലെക്ചറായിട്ട് ഒരു 2 വർഷത്തിന് മേലെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോണില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ജോലിക്ക് പോകാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല, ഉണ്ണിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പോണില്ല. ഇനി ഭാവിയിൽ പോവായിരിക്കും. പിന്നെന്താ, ഞാൻ പഠിച്ചത് അവിടെ തന്നെയാണ് കേട്ടോ, മാത്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. അവിടെ തന്നെ ജോലിയും കിട്ടും ചെയ്തു കേട്ടോ. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. പഠിച്ചെടുത്ത് നമ്മളൊരു സ്റ്റാഫായിട്ട് പോവുക, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ കൂടെ വേറൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ് അല്ലേ. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടോ, അതിൽ ഞാൻ വളരെ സംതൃപ്തിയാണ്. പിന്നെ ഉണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഡ്രീം പ്ലേസ് അതായത് പോവാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരിക്കും ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതായത് എനിക്ക് പോവാൻ ലക്ഷദ്വീപ് പോകണമെന്നുണ്ട്, അതേപോലെ തന്നെ തായ്ലാൻഡ് പോകണമെന്നുണ്ട്. ഈ 2 സ്ഥലത്തേക്കും പോയാൽ കൊള്ളാമെന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. ഭാവിയിൽ പോവാനായിട്ട് സാധിക്കട്ടെ. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, പൂജ ഫാമിലി സപ്പോർട്ടാണോ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്? ഫാമിലി സപ്പോർട്ടാണോ എന്ന്? ഫാമിലി സപ്പോർട്ടാണ്, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. 2 ഫാമിലിയും ഫുൾ സപ്പോർട്ടാണ്. ഇതുവരെ ഒരു നെഗറ്റീവോ കാര്യങ്ങളോ നീ ചെയ്യണ്ട, എന്തിനാ ചെയ്യണേന്ന് പോലും ചോദിച്ചിട്ടില്ല എന്നോട്. ചെയ്യുന്നത് നല്ലതാണെന്നുള്ള രീതിയിൽ തന്നെയാണ് എൻ്റെ അടുത്ത് ഇതുവരെ പെരുമാറിയിട്ടുള്ളൂ. അങ്ങനെ ഒരു വിധത്തിലുള്ളൊരു എതിർപ്പോ ബുദ്ധിമുട്ടുകളോ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതും വീഡിയോസ് എടുക്കുന്നതും. അതിനവർക്കൊരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ഹസ്ബൻഡിന്. പിന്നെ ഹക്കീമാണ് ചോദിച്ചിരിക്കുന്നത്, ഹസ് എന്താ വരാത്തേ വീഡിയോസിൽ എന്താണ് ഹസ് വരാത്തേന്ന്? അതായത് ആളുടേതായ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആളുടെ ഇൻസ്റ്റയിൽ ഇതിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഫോട്ടോസ് എടുക്കും, പിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് പോവാറുണ്ട്.
പിന്നെ എന്താ ചില വ്ളോഗ്സിലൊക്കെ ആളെ ഞാൻ കാണിക്കാറുണ്ട്, അതായത് ഫാമിലിയായിട്ട് പുറത്ത് പോകുമ്പോൾ അങ്ങനത്തെ ഉള്ള വ്ളോഗിലൊക്കെ ആളെ ഉൾപ്പെടുത്താറുണ്ട്, അതേപോലെ കുട്ടികളെ ഉൾപ്പെടുത്താറുണ്ട്. അല്ലാതെ ഞാൻ ഫോഴ്സ് ചെയ്തിട്ട് എൻ്റെ കൂടെ വീഡിയോ എടുക്കണം എന്ന് ഞാൻ പറയാറില്ല. അത്രേ ഉള്ളൂ. ആളുടേതായ ആളുടെ ഇൻട്രസ്റ്റിലുള്ള വീഡിയോസ്, അതായത് വണ്ടികളുടെ അല്ലെങ്കിൽ ആളുടെ ബിസിനസ്സിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ഷെയർ ചെയ്യാറുണ്ട്, പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻ്റായിട്ട് കാണാം. അതുവരേക്കും ബൈ.